വേഗം ഞാൻ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം ഞാൻ അവനെമ്പസ്വരം. കാണും വേഗം ഞാൻ എന്നെ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം ഞാൻ അവനെമ്പസ്വരം. ചാരിടും ഞാൻ മാർവതിൽ, മുത്തിടും ആ പൊന്മുഖത്തെ. ചാരിടും ഞാൻ മാർവതിൽ, മുത്തിടും ആ പൊന്മുഖത്തെ. വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം. വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം. സ്തോത്രം ചെയ്ത് സ്തുതിക്കാം. കഴിഞ്ഞ രാത്രികാലം കണ്ട എത്രയോ പേര് രാവുകാലം കാണാതെ ഭൂമിയിൽ നിന്ന് മൺമറിഞ്ഞു പോയപ്പോൾ ഒരു പ്രഭാതം കൂടി കാണുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. കഴിഞ്ഞ നാളുകളൊക്കെ ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കായിട്ട് നമുക്ക് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യാം. ഈ ലോക മനുഷ്യർക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ ഏറി വരുമ്പോൾ അവർ രാത്രിയിൽ കിടന്നുറങ്ങും, എന്നാൽ രാവിലെ എഴുന്നേൽക്കും അതേ ദുഃഖത്തോടെ അവർ എഴുന്നേൽക്കാനിടയാവും. എന്നാൽ നമ്മൾ വിശ്വാസികളായ നമുക്കൊരു പ്രത്യാശയുണ്ട്. പുത്തനാം യെരൂശലേമില് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ ഭവനത്തില് കടന്നു ചെല്ലുമ്പോഴത്തേനും നമ്മുടെ ഖേദമെല്ലാം മാറിപ്പോകും. ഇങ്ങനെ തുടങ്ങുന്ന ഒരു ഗാനം നമുക്ക് ചേർന്ന് ഒന്നിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പുത്തനാമേരുശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇധരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനാമേരുശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇധരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ. പുത്തനാം യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇധരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനാം യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇധരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. നീതി സൂര്യ ശോഭയാൽ എന്നല്ലലിരുൾ മാറിടും. ഭീതിയുമാനീതിയുമങ്ങില്ലാലേശവും. നീതി സൂര്യ ശോഭയാൽ എന്നല്ലലിരുൾ മാറിടും. ഭീതിയുമാനീതിയുമങ്ങില്ലാലേശവും. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. ശോകം രോഗം യുദ്ധം ക്രുദ്ധ ജാതികളിൻ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. ശോകം രോഗം യുദ്ധം ക്രുദ്ധ ജാതികളിൻ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. പുത്തനാം യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇധരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനാം യെരൂശലേമിൽ എത്തും കാലമോർക്കുമ്പോൾ ഇധരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ.
സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവമക്കളും. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവമക്കളും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും, ദുഃഖം നെടുവീർപ്പും സർവവും തീർന്നിടും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും, ദുഃഖം നെടുവീർപ്പും സർവവും തീർന്നിടും. നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ, നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. നിത്യ ദോഷം ശിരസിൽ വഹിച്ചവർ, നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. പുത്തനാം യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ, ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുമേ. പുത്തനാം യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ, ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് വേറൊരു പാട്ടും കൂടി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഭീരുത്വത്താൽ അനേകരും പിന്മാറി ഖേദിക്കുമ്പോൾ, നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ധീരതയോടെ നിൽക്കുവാൻ ദൈവത്തിന്റെ കൃപ തരണേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കൊരു പാട്ടിന്റെ ഇരടി കൂടി പാടാം. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാഥാ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. വിരുദ്ധത്താൽ അനേകരും തീരെ പിന്മാറി ഖേദിക്കും. ധീരത നൽകുകേശുവേ, വീരനം സാക്ഷിയാക്കുകേ. ധീരത നൽകുകേശുവേ, വീരനം സാക്ഷിയാക്കുകേ. ഉറപ്പിക്കെന്നെ എന്നാഥാ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ശൈശവപ്രായ വീഴ്ചകൾ, മോശയാലുള്ള താഴ്ചകൾ നീക്കുകയെല്ലാം നായക. ഏകുക നിൻ സമ്പൂർണത, നീക്കുകയെല്ലാം നായക. ഏകുക നിൻ സമ്പൂർണത. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ. നിന്റെ സഹായം നൽകുകേ എന്റെ മഹാപുരോഹിത. നിന്റെ സഹായം നൽകുകേ എന്റെ മഹാപുരോഹിത. ഉറപ്പിക്കെന്നെ നാഥാ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. പ്രൈസ് ലോർഡ്. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ ബെൻ സെബാസ്റ്റ്യനോടും കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. സ്തോത്രം.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദിവസം നമുക്ക് പാടുവാൻ തുടർന്ന് സഹായിച്ച ദൈവത്തിന്റെ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്ന നിമിഷങ്ങളിൽ വീണ്ടും ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാനുള്ള സമയത്തെ വേർതിരിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പുണ്ടാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അകത്ത് സ്വർഗം പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ വിഷയത്തിന്റെ അകത്ത് സ്വർഗം വാസ്തവമായി മറുപടി നൽകി തരിക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ പ്രഭാതത്തിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം, ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങാം. നമ്മൾ ഒത്തിരി വിഷയങ്ങൾ ദിവസങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന വിഷയത്തിന്റെ അകത്ത് മറുപടിയായി ഇറങ്ങി വരാൻ നമ്മെ തന്റെ ദൈവങ്ങളിൽ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നാം ഒരു വിഷയത്തിന് വേണ്ടി ദിവസത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി സമയത്ത് വേർതിരിക്കുകയാണ്. അതിനുവേണ്ടി ശുശ്രൂമന യോഹന. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത സമയത്ത് പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ തക്കോണം ദൈവമായ കർത്താവ് അടിയനെ കൃപ തന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. നീ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. സ്തോത്രം. പ്രഭാതത്തിലും അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കോണം ദൈവമായ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഓരോ വിഷയങ്ങൾ 3 വിഷയങ്ങൾ വീതം പറയും. അപ്പോൾ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കണം. ആദ്യമായി നമുക്ക് നൈജീരിയയിലെ തോക്കുധാരികൾ കടന്നു വന്ന ക്രിസ്തീയ കർഷകരെ കൊന്നുമുടിക്കുന്ന അവസ്ഥ നമ്മൾ പ്രാർത്ഥനാധ്വനിയിൽ വായിച്ചല്ലോ. ഒത്തിരി പേര് അത് മരണപ്പെട്ടു, ഒത്തിരി പേർക്ക് പരിക്കേറ്റു. ഇവരുടെ സൗഖ്യത്തിന്, പരിക്കേറ്റവരുടെ സൗഖ്യത്തിനായും മരിച്ചവരുടെ കുടുംബങ്ങളുടെ ആശ്വാസത്തിനായും സ്ത്രീകളും കുട്ടികളും എല്ലാം മാനസികമായിട്ടൊക്കെ എല്ലാം വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഒത്തിരി കുട്ടികളും സ്ത്രീകളും ആണ് അതിൽ മരിച്ചത്. അപ്പോൾ ആ നൈജീരിയ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കണം. അത് ചെയ്തവർക്ക് ഒരു മാനസാന്തരം കൊടുക്കണം. അവരാരും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത്. ക്രൂശിന്റെ സ്നേഹിതരാക്കി അവരെ തീർക്കേണ്ടതിന് വേണ്ടി നൈജീരിയ ഓർത്ത് പ്രാർത്ഥിക്കാം. പിന്നെ മ്യാൻമറിലെ ഭൂകമ്പം, ഒത്തിരി പേര് മരിച്ചു, ഒത്തിരി പേർക്ക് പരിക്കേറ്റു, കുറേ പേരെ കാണാതെയായി. അപ്പോൾ ആ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് ആ ദേശത്തെ വിടുവിക്കേണ്ടതിന് വേണ്ടി നമുക്ക് നൈജീരിയ ഓർത്ത് പ്രാർത്ഥിക്കാം. മ്യാൻമറിലെ ഭൂകമ്പം അതോർത്ത് പ്രാർത്ഥിക്കാം. ലോകത്ത് ഒരു സമാധാനം ഉണ്ടാകേണ്ടതിന് വേണ്ടി, ദൈവിക സമാധാനം ഉണ്ടാകേണ്ടതിന് വേണ്ടി ഈ 3 വിഷയങ്ങളെ ഓർത്ത് ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വിശ്വസ കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് നൈജീരിയ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനേക വർഷങ്ങളായി ആ ദേശത്തെ ക്രൈസ്തവർ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയെ കൂടിയാണല്ലോ കടന്നു പോകുന്നത്. ഇത് സംബന്ധിച്ച് നാം എന്തുത്തരം പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായോ എന്ന് ഞങ്ങൾ അവിടുത്തെ വന്നിട്ട് വായിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ രക്തബന്ധങ്ങൾ, ഞങ്ങളുടെ എത്രയോ ദൈവദാസന്മാരാ ദൈവമക്കളാണ് കർത്താവേ, ക്രൂരമായി കൊല്ലപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇതിന്റെ മധ്യ ദൈവനീതിയോടെ പ്രവർത്തിച്ചേ പറ്റൂ കർത്താവേ. എന്റെ ദൈവത്തിന് സാധ്യമായതൊന്നുമില്ലല്ലോ. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് വലിയ കരം ആ വിഷയത്തിൽ ദൈവം അയക്കുന്നതിനായി സ്തോത്രം. കർത്താവ് വലിയവ ചെയ്യണമേ. അവിടെ ഒരു വലിയ ദൈവീയ പ്രവൃത്തി വെളിപ്പെടുവാൻ, ആ രാജ്യം മുഴുവനുമായി യേശുവിനെ അറിയുവാൻ, യേശുവിന്റെ സ്നേഹം അറിയുവാൻ, ആ സുവിശേഷ വിരോധി സുവിശേഷ സ്നേഹികളായി മാറുവാനൊക്കെ ദൈവം സഹായിക്കണമേ. ലോക സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സമാധാനമില്ലാത്ത ലോകത്താണല്ലോ ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. യേശുവിച്ച ദൈവീയ സമാധാനം, ദൈവീയ സന്തോഷം, ദൈവീയ പ്രത്യാശ ലോകത്തില് നടക്കുവാൻ ദൈവം സഹായിക്കണമേ. ലോകത്തിന്റെ ഓരോ വൻകരകളിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. ആമേ. വളരെ സ്നേഹത്തോടെ ആമേ കർത്താവേ, രാജമന്ത്രിമാർ തമ്മില്, ആമേ ഭരണാധികൾ തമ്മില് വളരെ സ്നേഹത്തോടെ ദേശത്തെ ഭരിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദേശത്ത് കേൾക്കുന്ന ഒരു വർത്തമാനം കൊണ്ട് ഒരാണ്ടിൽ ഒരു വർത്തമാനം, പിറ്റേ ആണ്ടിൽ മറ്റൊരു വർത്തമാനം കേൾക്കുമ്പോഴും അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ ധൈര്യം ക്ഷയിക്കുപോയത്, നിങ്ങൾ ഭയപ്പെടുകയെന്ന് നിങ്ങൾ വായിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ സാന്നിധ്യ ദേശത്തെ മേലുണ്ടാകണമേ. ഭൂകമ്പത്തിൻ്റെതാകുന്ന പ്രയാസത്താല് കർത്താവെ എത്രയോ പ്രിയപ്പെട്ടവരാണ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയത്. കർത്താവ് വീടുകൾ നഷ്ടപ്പെട്ട്, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട്, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്ന എത്രയോ ജീവിതങ്ങളുണ്ട് കർത്താവെ.
ഞങ്ങൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിക്കുമ്പോഴതിനായി സ്തോത്രം. വലിയ ദൈവം ചെയ്താട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അടുത്ത വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ക്രിസ്തീയ പീഡനങ്ങൾ മൂലം ജയിലിൽ കഴിയുന്ന ദേവദാസന്മാരുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങള്, അവര് ശാരീരികമായും മാനസികമായും ഭൗതികമായും എല്ലാം വളരെ കഷ്ടത അനുഭവിക്കുന്നു. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ് അവരെല്ലാം. പിന്നെ ഗ്രാമത്തിൽ നിന്നെല്ലാം അവർ തള്ളപ്പെടുന്ന അവസ്ഥ, കിടക്കാൻ വീടില്ലാതെ എല്ലാം ഭാരപ്പെടുന്ന അവസ്ഥ. അങ്ങനെ ജയിലിൽ കഴിയുന്ന ദേവദാസന്മാരുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആ ദേവദാസന്മാർക്ക് ദൈവമക്കൾക്കെല്ലാം തക്ക സമയത്ത് അതിൽ നിന്നൊരു മോചനം കിട്ടുവാൻ വേണ്ടി ദൈവമായ കർത്താവ് അവിടെ നല്ല ന്യായാധിപനായി എഴുന്നേൽപ്പാൻ, അവരെ എത്രയും വേഗം ജയിലിൽ നിന്ന് മോചിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ദൈവത്തിന്റെ സമാധാനത്താൽ അവരെ നിറയ്ക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ജയിലിലായിരുന്നാലും എവിടെയായിരുന്നാലും ദൈവത്തിന്റെ നാമം അവിടെ മഹത്വം എടുപ്പാൻ തക്കവണ്ണം, അനേകാര്യങ്ങളെ രക്ഷകന് വേണ്ടി നേടുവാൻ തക്കവണ്ണം പുതിയ അഭിഷേകത്താൽ കൃപകളാലെല്ലാം അവരെ നിറയ്ക്കണം. അവർ ഉറപ്പും ധൈര്യമുള്ളവരായിത്തീരുന്ന വിശ്വാസത്തിൽ ഒരിക്കലും ക്ഷീണിച്ചു പോകുവാൻ ദൈവമായ കർത്താവ് അനുവദിക്കരുത്. ആ വിഷയങ്ങളെ ഓർത്ത് ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ ഒരു ഹല്ലേലൂയ പ്രഭാതം കൂടെ ഞങ്ങൾക്ക് ദാനം നൽകിയല്ലോ. രാത്രികാല ക്ഷേമത്തോടെ ഞങ്ങളെ പരിപാലിച്ച് ആമേൻ കർത്താവ് നടത്തിയ സ്നേഹത്തിനായി സ്തോത്രം. രാവിലെ സമയം കർത്താവെ പ്രാർത്ഥനയോട് ചേർന്ന കർത്താവെ സഹകാരികളോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും പ്രത്യേകാൽ അനേക വിഷയങ്ങൾ കർത്താവെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ വിഷയങ്ങൾ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ പ്രാർത്ഥന പ്രിയ കർത്താവ് മാതാവിനായി സ്തോത്രം. സഹായിച്ചാട്ടെ ഇതിൽ പ്രാർത്ഥിപ്പാൻ തക്കോണം കർത്താവെ. ആമേൻ. കല്ലിൽ കടന്നു വന്ന എല്ലാ സഹോദരങ്ങൾക്കായി, എല്ലാ പ്രിയപ്പെട്ടവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകാല കർത്താവ് ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിന് വല്ലാത്തൊരു പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നല്ലോ. വടക്കേന്ത്യയുടെ മേഖലകളിൽ കർത്താവെ ഞങ്ങളുടെ ഭക്തന്മാരെ കർത്താവ് പീഡിപ്പിക്കപ്പെടുന്നുവല്ലോ, കർത്താവ് കൊല ചെയ്യപ്പെടുന്നുവല്ലോ, കർത്താവെ കാരണമില്ലാത്ത കാരണത്താൽ ജയിലറകളിൽ അടയ്ക്കപ്പെടുന്നുവല്ലോ. കർത്താവെ സ്വർഗമേ മനസ്സരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവഭൃത്യന്മാരെ അവരുടെ കുടുംബങ്ങളെല്ലാം സ്വർഗത്തിലെ ദൈവം കരുണയോടെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഓ നൈജീരിയയിൽ കർത്താവ് ഞങ്ങളുടെ സഹോദരങ്ങളെ കർത്താവ് അനേകര് മരണപ്പെടുവാനിടയായ സംഭവങ്ങൾ കർത്താവ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് കേൾക്കുവാനിടയായല്ലോ കർത്താവെ. അതുപോലെ ഞങ്ങളുടെ ഇന്ത്യ രാജ്യം കർത്താവെ ഹല്ലേലൂയ ഇടക്കേന്ദ്ര പ്രദേശങ്ങളെല്ലാം ഞങ്ങളുടെ സഹോദരങ്ങള് കർത്താവ് ദേവാലയങ്ങള് ഇടിക്കപ്പെടുന്ന കർത്താവെ. അതുപോലെ ദൈവദാസന്മാരെ ജയിലറകളിലാക്കുന്ന കർത്താവെ, കുടുംബങ്ങളെ ആക്കുന്ന കർത്താവെ. ദൈവമേ വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളാണല്ലോ കർത്താവെ. പ്രത്യേകിച്ച് വടക്കേന്ത്യ മേഖലകളിലെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന എല്ലാവരെയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അവരെല്ലാം സുരക്ഷിതരായി അവരായിരിക്കുന്ന മേഖലകളിൽ കർത്താവിനെ ശക്തമായി ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സാവകാശം ഒരുക്കി കൊടുക്കണമേ കർത്താവേ. ദൈവദാസന്മാരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർക്ക് പഠിക്കുവാനുള്ള, അവർക്ക് ജ്ഞാനത്തോടെ ഹല്ലേലൂയ കർത്താവ് വളരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, അവർക്കെല്ലാം കർത്താവ് സഹായം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ജയിലറകളിലെ കർത്താവ് കാരണമില്ലാത്ത കാരണത്താൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാൻ തക്കൊണ്ട് കർത്താവെ അതിൻ്റെ അധികാരികളെ ആമേൻ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ആമേൻ അധികാരികളെ സ്വർഗം കർത്താവ് കൊണ്ടുവരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പാ നിന്റെ മക്കളാവുന്ന ഞങ്ങള് അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ കർത്താവ് അനുഭവിക്കുന്ന വേദനകൾ അറിയുമ്പോൾ പ്രാർത്ഥിക്കുവാനല്ലാതെ ഞങ്ങൾക്കൊന്നും കഴിയത്തില്ല കർത്താവെ. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി, ഞങ്ങളുടെ പൂർവന്മാർക്ക് വേണ്ടി ഇറങ്ങി വന്ന് അവരെ സഹായിച്ചുള്ള, വിടുവിച്ചിട്ടുള്ള, കരുതിയിട്ടുള്ള കരുതലുകളെ ഞങ്ങൾ കർത്താവെ അപ്പം ഞങ്ങൾ ഓർക്കുന്ന ദൈവമേ, ഞങ്ങൾ പഠിക്കുന്ന കർത്താവെ. അപ്രകാരം ഇന്നും പ്രവർത്തിക്കുവാൻ തക്കോണം ശക്തിയുള്ള ദൈവം ആണ് ഞങ്ങളുടെ പിതാവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നപ്പ ദൈവമേ. വടക്കേന്ത്യ മേഖലകളിൽ കർത്താവ് സുവിശേഷ വിരോധികളാൽ കർത്താവ് ഭാരപ്പെട്ട അനുഭവത്തോടെ കടന്നു പോകുന്ന എല്ലാവരുടെ മേലും കർത്താവിൻ്റെ ജയത്തിൻ്റെ, ബലത്തിൻ്റെ, ശക്തിയുടെ കർത്താവ് ആത്മാവിനെ അയച്ച് എല്ലാവരെയും ആമേൻ വലിയ തികവുള്ളവരായി നിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദേശങ്ങളിൽ ജയിലറകളിലായിരിക്കുന്നവരെ കർത്താവ്
പുറത്തു കൊണ്ടുവരണമേ. ദൂതന്മാരെ അയക്കേണ്ട വിധത്തിലെ ദൂതന്മാരെ അയക്കണം, ദൂതന്മാരെ അയക്കേണ്ട വിഷയങ്ങളിൽ ദൂതന്മാരെ അയക്കണം കർത്താവെ. പുറത്ത് അതിന് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന അധികാരികളെ സ്വർഗം ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളുടെ നല്ല കർത്താവാണ്, ഞങ്ങളുടെ ഹല്ലേലൂയ ന്യായാധിപതി, ഞങ്ങളുടെ നല്ല കർത്താവാണ്, ഞങ്ങളുടെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവനെന്ന് ഞങ്ങൾ പൂർണ്ണമായി അറിയുന്ന കർത്താവെ. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം അത്ഭുതം ചെയ്യണം. ഇടയ്ക്കേണ്ട മേഖലയിലെ ആമേൻ ഹല്ലേലൂയ സംസ്ഥാനങ്ങളിലെല്ലാം ഉള്ള ഞങ്ങളുടെ ദൈവമക്കളെല്ലാം സുരക്ഷിതരായി കർത്താവേ. അപ്പോൾ അവരെല്ലാം കർത്തായിരിക്കുന്ന മേഖലയിൽ സ്വാതന്ത്ര്യത്തോടെ കർത്താവിൻ്റെ അവിടെ പാരിപ്പാതെ കൊണ്ട് സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആമേൻ ഈ പ്രാർത്ഥനയിലൂടെ ഹല്ലേലൂയ ഈ രാവിലത്തെ മീറ്റിങ്ങിൽ ഞങ്ങൾ കർത്താവേ ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരും ഒന്നിച്ച് ആ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ വിടുതലുകൾ സംഭവിക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിന്നല്ല ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസന്മാരെ കുടുംബങ്ങളെല്ലാം വിടുവിക്കണം കർത്താവെ. കുഞ്ഞുകുട്ടികളുടെ പഠനത്തോടുള്ള ബന്ധത്തിന് സാമ്പത്തിക നന്മകൾ ആവശ്യപ്പെടുന്ന ആവശ്യത്തോടെ ആയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആമേൻ അങ്ങനെ ആയിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് നന്മയൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിലേക്ക് പൂർണ്ണമായി ബലമേൽപ്പിക്കുന്നു. വീണ്ടും പ്രാർത്ഥിക്കാനുള്ള വിഷയങ്ങളുണ്ടല്ലോ, പ്രാർത്ഥിപ്പാൻ ദൈവവചനം കേൾക്കുവാൻ ഈ പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാം ദൈവനാമ മഹത്വത്തിന് ഒരുക്കും സഹായിക്കും. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവാത്ഭുതം പ്രവർത്തിച്ചിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അടുത്ത വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ട് യൗവന ലോകം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് മാതാപിതാക്കളെല്ലാം കണ്ണുനീരിന്റെ അവസ്ഥയിലാണ്. യൗവനക്കാര് മദ്യത്തിന് മയക്കുമരുന്ന് അടിമകളായി, കുലപാതകന്മാരായി, കള്ളന്മാരായി, കൊള്ളക്കാരായി പല വിധത്തിലാണ് ഇപ്പോൾ യൗവന ലോകം നഷ്ടപ്പെട്ടു. അത് പെൺകുട്ടികളാണെങ്കിലും ശരി, ആൺകുട്ടികളാണെങ്കിലും ശരി. നമുക്ക് പ്രത്യേക കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. യൗവനകാലം സൃഷ്ടാവിനെ ഓർക്കുവാൻ തക്കവണ്ണം അവരെ മാതാപിതാക്കൾക്ക് സന്തോഷവും സമാധാനവുമായി തീരുവാൻ, ദൈവത്തിന്റെ നാമത്തിന് ഒരു മഹത്വമായി ഉയർച്ചയായി തീരുവാൻ തക്കവണ്ണം ആ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ മദ്യപാനികളായ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് അനേക മാതാക്കള് കണ്ണുനീരിലായിരിക്കുന്നുണ്ട്. അവരുടെ ഭാവി എന്തായിത്തീരും, അതിനു വേണ്ട യാതൊരു വഴികളുമില്ല, സമാധാനമില്ല, സന്തോഷമില്ല. അപ്പൊ മദ്യപാനികളായ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ആ പിതാക്കന്മാരുടെ ഹൃദയത്തിൽ ഒരു മനസ്സാന്തരം വരുത്തുന്നതിന് വേണ്ടി, കുടുംബത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരു ബോധം അവരുടെ ഉള്ളിൽ വരുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഇടയാക്കേണ്ടതിന് വേണ്ടി ആ വിഷയത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കും ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തുതിക്കുകയാണ്. പ്രിയ ദൈവദാസി പറഞ്ഞ വിഷയത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഈ കേരളം ദൈവമേ ഒരു വലിയ നാശത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. മദ്യപാനികളുടെ മയക്കുമരുന്ന് ഉപയോഗം കർത്താവെ വളരെയധികം കൂടിയിരിക്കുന്നു. കർത്താവെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളുടെയും കർത്താവെ മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെയും ഒരു ഹബ്ബായി കേരളം മാറിക്കഴിഞ്ഞു. കർത്താവെ സ്തോത്രാഭിഷേകത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദുശീലങ്ങളിൽ നിന്ന് കർത്താവെ സ്തോത്രം, കർത്താവെ സ്തോത്രം. ദൈവഭയത്തോടെ ആ സ്വഭാവമൊക്കെ വിട്ട് കർത്താവെ നല്ലവരായി അവർ തീരുവാൻ സ്വർഗമേ ഇടയാക്കണമേ. അനേക മാതാപിതാക്കളും കർത്താവെയും കുഞ്ഞുങ്ങളെ ഭയന്ന് ഉറക്കമില്ലാതെ കർത്താവെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ കുഞ്ഞുങ്ങളെ ഭയപ്പെട്ട് ഉറക്കമില്ലാതെ കർത്താവെ രാത്രികൾ കഴിച്ചു കൂട്ടുന്നു. കർത്താവെ സ്തോത്രം. സുവിശേഷ പ്രവർത്തകർ കടന്നു ചെല്ലുമ്പോൾ കർത്താവെ അവരുടെ വിഷയങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട്. കർത്താവെ സ്തോത്രം. കർത്താവെ അങ്ങനെയുള്ള കുടുംബങ്ങളെ എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ സ്തോത്രം. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ള വചനം കർത്താവെ സ്തോത്രം പോലെ അനേകർ കർത്താവെ ഈ സ്വഭാവത്തിൽ നിന്ന് വിട്ടുതിരിഞ്ഞു വരുവാൻ സ്വർഗമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ സ്തോത്രം. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ സ്തോത്രം പലരുടെയും നിർബന്ധത്തിന് വഴിപ്പെട്ട് കർത്താവെ സ്തോത്രം ലഹരിയുടെ അടിമയായി മാറുന്നു. കർത്താവെ സ്തോത്രം. ആ കുഞ്ഞുങ്ങളെയൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനേക സവണ കർത്താവെ ലഹരി മുക്ത കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയിട്ട് പോലും കർത്താവെ സ്തോത്രം അവരുടെ ദൈവമേ ആ സ്വഭാവം മാറാതെ കർത്താവെ അനേക കുടുംബം കണ്ണുനീരിലായിരിക്കുന്നു. അനേക കുടുംബങ്ങൾ കർത്താവെ സ്തോത്രം മദ്യപാനികളുടെയും ലഹരി വസ്തുക്കളുടെ ഉപയോഗം കടഭാരത്തിലായിരിക്കുന്നു. കർത്താവ്
കർത്താവെ ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റുവാൻ പോലും പൈസ ഇല്ലാതെ കർത്താവെ ഭാരപ്പെടുന്ന കർത്താവെ, കേരളത്തിലുള്ള 14 ജില്ലകളെ ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം. ഈ ജില്ലകളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ മദ്യപാനത്തിൽ നിന്ന് കർത്താവെ സ്തോത്രം. പഞ്ചാബ് ഒരു സമയത്ത് കർത്താവെ ഇങ്ങനെയുള്ള പ്രവണതയിലായിരുന്നു. എന്നാൽ കർത്താവെ സ്തോത്രം, സുവിശേഷം കേട്ട് കർത്താവെ വലിയ മാറ്റങ്ങൾ ഉണ്ടായതുപോലെ കർത്താവെ സ്തോത്രം, ഈ സുവിശേഷം ഈ ദേശത്തെ മാറ്റം ഉണ്ടാകുവാൻ, കർത്താവിനെ സ്വീകരിക്കുവാൻ, ഈ നല്ല വാർത്ത കേട്ട് കർത്താവെ അനേകരും മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വരുവാൻ സ്വർഗമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ സ്തോത്രം. ഭാരപ്പെടുന്ന തലമുറകളുണ്ട് കർത്താവെ സ്തോത്രം. മദ്യപാനത്തിൽ നിന്ന് കർത്താവ് മുക്തി നേടി ഇപ്പോഴും കർത്താവെ സ്വയമായിട്ടുള്ള ഉപജീവന മാർഗമല്ല, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ആ പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ സ്തോത്രം. ഇങ്ങനെയുള്ള കർത്താവെ സ്തോത്രം, അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന കർത്താവെ മിനിസ്ട്രികളുണ്ട് കർത്താവെ, ഞങ്ങൾ അവരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ സ്തോത്രം. അവർക്കൊക്കെയും ചെയ്യുന്ന ദൈവപ്രവൃത്തിയിൽ ദൈവമേ ഫലം കാണുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവെ സ്തോത്രം, ഈ വിഷയത്തിന് വലിയ വിടുതലായി തീരുവാനിടയാക്കണമേ. അനേകർ ഹൃദയങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവെ ഇന്ന് ഇടപെടുന്ന ദിവസമായി തീരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ സ്തോത്രം. കർത്താവെ ഒരിക്കൽ കൂടി വിഷയങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ സ്തോത്രം. അങ്ങ് പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകിയിരിക്കുന്ന സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കേട്ട് ദൈവാത്ഭുതം പ്രവർത്തിച്ചിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം അടുത്ത വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ അനേക കുഞ്ഞുങ്ങൾ ഭാരപ്പെടുന്നുണ്ട്. അവര് വിദ്യാഭ്യാസം ചെയ്തിട്ട് അതിനനുസരിച്ച് ജോലി കിട്ടാതെ ഒത്തിരി കുഞ്ഞുങ്ങൾ മാനസികമായി തകർന്നിരിക്കുന്ന അവസ്ഥയുണ്ട്. പിന്നെ PR സംബന്ധിച്ച്, വിസ സംബന്ധിച്ച് കുഞ്ഞുങ്ങൾ വളരെ ഭാരത്തോടിരിക്കും. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതാണല്ലോ മനു തോമസിനെ ഓർത്ത്. PR സംബന്ധം, വിസ സംബന്ധമായ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പിന്നെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, ഇപ്പൊ കുഞ്ഞുങ്ങളുടെ എക്സാം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നല്ലൊരു റിസൾട്ട് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാൻ തക്കവണ്ണം ഒരു കുഞ്ഞുങ്ങൾ പോലും മാനസികമായി ക്ഷീണിച്ച് തളർന്നു പോകുവാൻ, നിരാശപ്പെട്ടു പോകുവാൻ അനുവദിക്കാതെ നല്ലൊരു റിസൾട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. പിന്നെ വിവാഹപ്രായമായിരിക്കുന്ന ആൺകുഞ്ഞുങ്ങളുണ്ട്, പെൺകുഞ്ഞുങ്ങളുണ്ട്, വിവാഹപ്രായം കഴിഞ്ഞവരുണ്ട്. തക്ക സമയത്ത്, ദൈവത്തിന്റെ തക്ക സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട തക്ക തുണകളെ ലഭിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെ ഭാവിയെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ മാതാപിതാക്കൾക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവുമായി തീരുവാൻ, ദൈവത്തിന്റെ നാമം മഹത്വം എടുപ്പാൻ തക്കവണ്ണം ആയി തീരേണ്ടതിന് വേണ്ടി നല്ല തക്ക തുണകളെ ലഭിക്കാൻ വേണ്ടി അതിനുവേണ്ട സാമ്പത്തികമായ വഴികളെ എല്ലാം മാതാപിതാക്കൾക്ക് തുറന്നു കൊടുക്കണം. ആ വിഷയത്തെ ഓർത്ത് ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. പിതാവേ, നല്ല അവസരങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരി പറഞ്ഞ എല്ലാ വിഷയങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ തലമുറ ഓർത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥന കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനേകം പേര് ജോലിയില്ലാതെ കർത്താവ് ഭാരപ്പെടുന്നു. അനേകം പേരുടെ പഠിത്തം കർത്താവെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയാതെ സാമ്പത്തികമായും കർത്താവെ പലവിധ ബുദ്ധിമുട്ടുകൾ കർത്താവെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഞങ്ങളുടെ അനേക കുഞ്ഞുങ്ങൾ കർത്താവ് അവരുടെ ഭാവി ഓർത്ത് കരയുന്നുണ്ട്. മാതാപിതാക്കളുണ്ട്. ദൈവത്തിലും ശരണപ്പെട്ട് ജീവിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. ഞങ്ങളുടെ കണ്ണീനെ മാനിക്കാത്ത കർത്താവെ, ഞങ്ങളുടെ തലമുറയോട് മനസ്സിലാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആത്മീയരും സാമ്പത്തികമായിട്ടും ആത്മീയമായും ഭൗതികമായും ശുഭവും സുഖവുമായിരിക്കുന്നു കാണുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ ആരുടെ അവിശ്വസ്ത കണക്കിൽ കർത്താവ് പ്രത്യേകിച്ച് പ്രിയതയുടെ പൈതലിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ പൈതലിന്റെ വിഷയത്തിൽ ഇന്ന് തിങ്കളാഴ്ച ദൈവം ഒരു അത്ഭുതം ചെയ്യണേ. അത് കടന്നു വന്ന ആ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുപ്പാൻ സഹായിക്കണേ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. ഞങ്ങൾ അനേക വിഷയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് കർത്താവ് മറുപടി വന്നു. ഞങ്ങളുടെ തലമുറ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥന കർത്താവേ. അതുപോലെ കർത്താവെ പഠിത്തത്തിൽ സബ്ജക്റ്റ് പോയിട്ട് കർത്താവ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുണ്ടല്ലോ. പ്രിയ സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ദൈവമേ മനസ്സിലായി, ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. ഞങ്ങളുടെ ജീവിക്കുന്ന ദൈവം ഞങ്ങൾ കടന്ന് വിശ്വസിക്കുന്ന കർത്താവ്. ഞങ്ങളുടെ തലമുറകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട് അനേകം പേര് സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കപ്പെട്ട് അനേകം പേര് കർത്താവിന്റെ വേലയിൽ വ്യാപൃതരാകട്ടെ കർത്താവ്. അവർ കർത്താവ് സാമ്പത്തിക വിഷയത്തിൽ ബുദ്ധിമുട്ടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ വഴികളെ തുറക്കണം കർത്താവ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായ സ്തോത്രം. യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെയാമേ. ആമേൻ. പ്രവർത്തിച്ച് കുഞ്ഞുങ്ങളെ എല്ലാം ദൈവം അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അടുത്ത വിഷയത്തെ ഒത്ത് പ്രാർത്ഥിക്കാം.
ഭവനമില്ലാതെ അനേകർ ഭാരപ്പെടുന്നുണ്ട്. ഭവനമില്ല, 1 സെന്റ് ഭൂമി പോലുമില്ല, വാടക വീടുകൾ മാറി മാറി കഴിയുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ ഭവനമില്ലാത്തവർക്ക് ദൈവം തക്ക സമയത്ത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം കൊടുക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ മാരക രോഗങ്ങളാൽ അനേകർ ഭാരപ്പെടുന്നുണ്ട്. ചികിത്സയ്ക്ക് വകയില്ലാതെയും പിന്നെ ചികിത്സ ചെയ്തിട്ടും മാറാതെയും എല്ലാമായിരിക്കുന്ന അനേകരുണ്ട്. നമ്മുടെ ദൈവദാസന്മാരുണ്ട്, ദൈവമക്കളുണ്ട്, അല്ലാത്തവരെല്ലാവരുമുണ്ട്. ആ മാരക രോഗങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പൊ ആ ഹോസ്പിറ്റലുകളിലൊക്കെ ആണെങ്കിലും ഒരു കച്ചവടമായി തീർന്നിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് രഹിതമല്ലാത്ത ഒരു ചികിത്സയും നടക്കാതെ ദൈവമായ കർത്താവ് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ച് മാനുഷികമായ ഒരു പരിഗണന എല്ലാ രോഗികൾക്കും കൊടുക്കുവാൻ തക്കണം. ഡോക്ടർമാരുടെ ഹൃദയത്തിലും അതിൻ്റെ ഉടമസ്ഥതയിലുള്ളവരുടെ ഹൃദയത്തിലെല്ലാം ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. അതിനുവേണ്ടി മാരക രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഭവനമില്ലാത്തവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ അടുത്ത വിഷയം നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് വിവാഹപ്രായമായിരിക്കുന്ന കുഞ്ഞുങ്ങൾ. ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിച്ചില്ലായിരുന്നു. ആ വിഷയത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തക്ക സമയത്ത് ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഭാവി കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി കൊടുക്കേണ്ടതിന് വേണ്ടി അവർ വേണ്ടാത്ത വഴികളിലൊന്നും പോകാതെ സ്വയമായി ഒന്നും തിരഞ്ഞെടുക്കാതെ ദൈവത്താൽ എല്ലാം നടക്കുവാൻ തക്കവണ്ണം ആ 3 വിഷയങ്ങളെ ഓർത്ത് ഒരാൾക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല കർത്താവേ, പുനരുനാമത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കും. തിരിച്ചിലേക്ക് കടന്നു വന്ന് കർത്താവിനെ ഉയർത്തുവാൻ സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഈ രാവിലെ സമയകാലം ഒരുക്കി തന്ന വിലപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മരുഭൂപ്രയാണത്തിൽ ഞങ്ങൾക്കൊരു ഭവനം ആവശ്യമാണ്. കർത്താവെ സ്തോത്രം. അതൊക്കെയും തക്ക സമയം നൽകി തരുന്നതിനാൽ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന അനേക ദൈവമക്കളുണ്ട്, അനേക ദൈവദാസന്മാരുണ്ട്. അവരെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധി ഈ പ്രഭാത സമയം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ തക്ക സമയത്ത് യോഗ്യമായി ക്രമീകരണം ചെയ്ത് അവർക്ക് ഭവനങ്ങളെ ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വന്തമായ ഒരു ഭവനത്തിൽ താമസിക്കാൻ ആഗ്രഹിച്ച് ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവർക്കൊക്കെ ഒരു അനുഗ്രഹമായി ഞങ്ങളുടെ ഈ പ്രാർത്ഥന തീരുവാനിടയാക്കണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാരരോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ, അല്ല ചികിത്സയ്ക്ക് പോകാൻ പണമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. അല്ല അവരെ ഓർത്ത് ഈ പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. തക്ക സമയത്ത് തന്നെ സ്വർഗത്തിന് ഭണ്ഡാരം വർക്കേണ്ടി അത്ഭുത വഴികളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കും. ഏലിയാവിന് വേണ്ടി വഴികളെ തുറന്ന ദൈവമെങ്കിൽ കർത്താവെ, ഒരു സറാഫാത്തിന് വിധവയെ ഒരുക്കിയ ദൈവമെങ്കിൽ കർത്താവെ, പ്രിയ ചികിത്സയ്ക്ക് ആവശ്യമായ പണത്തിന് ഞെരുങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. അവരെ ഓർക്കുന്നു. ഞങ്ങളുടെ രോഗികളായിരിക്കുന്ന ദേവാസന്മാരുണ്ട്, വിശ്വാസികളുണ്ട്, പ്രാർത്ഥന ഗ്രൂപ്പിലുള്ളവരുണ്ട് കർത്താവെ. അവരൊക്കെ ദൈവകരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ച് ഈ രാവിലെ സമയകാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ സ്തോത്രം, വിവാഹപ്രായമായ അനേക കുഞ്ഞുങ്ങൾ കർത്താവെ സ്തോത്രം യോഗ്യമായ ഒരു തുണയെ ലഭിക്കാതെ ഉണ്ട് കർത്താവെ ആയിരിക്കുന്നവരുണ്ട്. എന്നാൽ വിവാഹത്തിന് പണമില്ലാത്ത ഇരിക്കുന്ന ദേവാസന്മാരുണ്ട് കർത്താവെ, വിശ്വാസികളുണ്ട്. അവർക്ക് ആവശ്യമായ ഒരു സാമ്പത്തികം കൊടുത്ത് കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുവാൻ കഴിയാതിരിക്കുന്ന അനേക പ്രിയപ്പെട്ടുണ്ടല്ലോ കർത്താവെ. ഇവരൊക്കെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ഞങ്ങൾക്ക് മറുപടി തരുന്നതിനായ സ്വർഗത്തിലെ ദൈവം, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന വലിയ കർത്താവാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നപ്പ. അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാൻ അങ്ങനെ കർത്താവെ ഈ ഗ്രൂപ്പിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ദൈവങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിരാശപ്പെടുന്നവരുണ്ട് കർത്താവെ, വേദനപ്പെടുന്നവരുണ്ട് കർത്താവെ. ഇവരൊക്കെ രാവിലെ സമയകാലം കർത്താവിന്റെ കരയിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലാസ്റ്റ് കല്ലറയ്ക്കൽ ചെന്ന് കർത്താവെ അത്ഭുതന്മാർ കരയുന്നത് കണ്ടിട്ടും കർത്താവ് മരിയുടെ കണ്ടിട്ടും കർത്താവ് ഉള്ളം നൊന്ത് കരഞ്ഞ ഞങ്ങളുടെ ദൈവമാകിയ സ്തോത്രം. എനിക്ക് മനസ്സുണ്ട് നിന്നെ സൗഖ്യമാക്കുവാനെന്ന് പറഞ്ഞ് മനസ്സരിയുന്നതിനായി ഞങ്ങളുടെ ദൈവത്തിന്റെ കരങ്ങളിൽ കർത്താവെ അഭിഷേകങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ കാലം കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് ഗ്രൂപ്പായി ആ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥന ഞങ്ങളുടെ യാചനയെ കേട്ടുകൊണ്ട് സ്തോത്രം. നീ മറുപടി തന്നിരിക്കുക, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കേൾക്കണം പിതാവേ. വിഷയത്തിന്മേൽ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുക. സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ബെൻസൺ പാസ്റ്ററേയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ബിന്ദു സിസ്റ്റർക്ക് എത്രയും വേഗം പൂർണ്ണമായൊരു വിടുതൽ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം, നമ്മളോടൊത്ത് പ്രാർത്ഥനയിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം, പഴയതിനേക്കാളും ഉപരിയായിട്ട് ദൈവമായ കർത്താവ് പുതിയ അഭിഷേകത്താൽ കൃപകളാൽ നിറച്ച് നിന്റെ കുഞ്ഞുങ്ങളെ കുടുംബമായിട്ട് ആ ദേശത്ത്
അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി, ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കേണ്ടതിന് വേണ്ടി നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ ആവശ്യങ്ങളിലും ദൈവമായ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ നമ്മുടെ പ്രാർത്ഥനാധ്വനി ഇതിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമായ കർത്താവ് നിലനിർത്തേണ്ടതിന് വേണ്ടി, പുതിയ അഭിഷേകത്താൽ കൃപകളാൽ നിറയ്ക്കേണ്ടതിന് വേണ്ടി ആ പ്രാർത്ഥനാധ്വനിയുള്ള ആ സംഘടന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് വിടുതലും ആശ്വാസവും സമാധാനവും സന്തോഷവും സൗഖ്യവുമായി തീരുവാൻ തക്കവണ്ണം അത് എല്ലാ രാജ്യങ്ങളിലും പടർന്ന് എല്ലായിടത്തും ദൈവത്തിന്റെ സമാധാനത്താൽ നിറയുവാൻ തക്കവണ്ണം പ്രാർത്ഥനാധ്വനിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ബിന്ദു സിസ്റ്ററും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വിലയേർന്നതുമായ പ്രഭാതത്തിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നപ്പാ. സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അങ്ങയുടെ തരണയിൽ കർത്താവേ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം തന്ന കൃപയ്ക്കും ദയക്കുമായ സ്തോത്രം ചെയ്യുന്ന കർത്താവിനെ താഴ്ത്തുന്നപ്പാ. അതിന്റെ ജീവിതത്തിൽ എല്ലാ കുറവുകളും ക്ഷമിച്ച് ഞങ്ങളുടെ വിശുദ്ധ രക്തം കൊണ്ട് നന്നായി കഴിച്ചുത്തീരുപ്പാൻ ദേഹം ആത്മാവിനെ തൃക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പറ്റാ. സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ സെബാസ്റ്റ്യൻ കുടുംബമായിട്ട് തൃക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. എന്റെ ദൈവത്രത്തോളം ചെയ്ത സകല നന്മകൾക്കും ഉപകാരങ്ങൾക്കും പദവികൾക്കുമായി സ്തോത്രം ചെയ്യുന്നപ്പാ. തൃക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പറ്റാ. സ്തോത്രം ചെയ്യുന്നു. ശാരീരികവും മാനസികവും എല്ലാ മേഖലകളിൽ നിന്ന് ദൈവം വിടുവിച്ചിത്രത്തോളം ദൈവം കാത്തിനായി കൂടാനുകൂടി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നപ്പാ. ദൈവമേ, ശാരീരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ദൈവം വിടുവിക്കണമേ കർത്താവേ. ദൈവമേ, ഹാലൽക്കിടയിൽ അഴിവനായിട്ട് വരുത്താതപ്പാ. ആമേൻ. കാലി നിര്യാണികൾ കർത്താവെ ഉറപ്പിച്ച് അങ്ങേ ആരാധിപ്പാൻ ദൈവം നിലാമെന്ന് അവന് വേണ്ടി സാധന ആവശ്യങ്ങളെല്ലാം നിറവേറുവാൻ കർത്താവെ ദൈവം എത്രയും പെട്ടെന്ന് വിടുതലയക്കണമേ എന്ന് ദൈവങ്ങളുടെ താഴ്മയോടുകൂടി പ്രാർത്ഥിക്കുന്നത് കർത്താവെ. പ്രാർത്ഥനയോട് കർത്താവെ ലീഡ് ചെയ്യുവാനും ദൈവസേനയിലായിരിക്കാനും ദൈവമേ നീ കൃപ കൊടുക്കണം. പണ്ടത്തേകളുപരിയായി കർത്താവ് പുതിയ ബലത്തോടെ പുതിയ ശക്തിയോടെ പുത്തനാത്മാവിനാൽ ദൈവം നിറയ്ക്കപ്പെടുവാൻ ദൈവടിയാക്കാൻ പ്രാർത്ഥിക്കുന്ന സ്തോത്രം. എല്ലാ തടസ്സങ്ങളെ പ്രതികൂലങ്ങളെ ദൈവം മാറ്റണമേ. എന്റെ അപ്പച്ചന്റെ ആണിപ്പിഴുതുള്ള കരം ഒന്നുകൂടെ തൊടുമാറാകണമേ കർത്താവെ. ആ തൊടിലൂടെ ദൈവം സകല ആന്തരിക അവയവങ്ങളും കർത്താവെ, സർവനാടി ഞരമ്പുകളും മജ്ജാസ്തി മാംസം എല്ലാം ബലമുള്ളതാക്കി തീർക്കണമേ കർത്താവ്. യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ശരീരത്തിനോടോ മനസ്സിനോടോ ദൈവമേ ഹാലിൽ പൊരുതുവാൻ ദൈവം സമ്മതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ പുത്തൻ കൃപകളാൽ ദൈവമേ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാണ് കർത്താവ്. പുത്തൻ അഭിഷേകത്തോടെ ദൈവം എഴുന്നേൽപ്പിക്കണമേ കർത്താവെ. എന്റെ അകവേ അങ്ങക്ക് കഴിയാത്ത ഒരു കാര്യമില്ല കർത്താവെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതിന്റെ പിതാവാണ്. എന്റെ സ്വർഗത്തിൽ വസിക്കുന്ന നാഥനാണ് കർത്താവെ. ദൈവമേ, സകല ഭാരങ്ങളെ വേദനകളെ കറ്റാൻ ശക്തികളെ എന്റെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ സ്തോത്രം. ദൈവത്തിന്റെ വിടുതൽ അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സുഭാസിന്റെ കരങ്ങളിലേക്ക് ദൈവം അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ആത്മീയമായിട്ട് ദൈവം ഉണർവ് കൊടുത്തതിനായി സ്തോത്രം കർത്താവെ. നാളുകളിലേക്ക് ഉപരിയായി ഇതിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തണമേ. അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, അനേകരുടെ സങ്കടനങ്ങൾ അവൻ സങ്കടങ്ങൾ വേദനകൾ എല്ലാം കർത്താവ് ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി ഇടിവ് നിൽപ്പാൻ കരവാൻ പ്രാർത്ഥിപ്പാനൊക്കെ എന്റെ അപ്പൻ കൊടുക്കുന്ന വിടുതലിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന അപ്പച്ച. ദൈവം അനുഗ്രഹിക്കണമേ. അവരിലെ വേദനകളെല്ലാം ദൈവം പൂർണ്ണമായി മാറ്റണമേ കർത്താവ്. എന്റെ ദൈവമായ ഹോവ അമേൻ ഡോക്ടറാകുന്നതിന്റെ ഹോവ കർത്താവെ അവരിൽ മെറ്റൊടുമാറാകണമേ. ആമൻ അസ്ഥികളെ ബലമുള്ളതാക്കി തീർക്കണമേ. ദൈവിക സാന്നിധ്യം മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹാലേലുയ കർത്താവെ. കുഞ്ഞുങ്ങളെ ഇരുവരെയും തൃക്കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പറ്റാ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അറിവോധം ബുദ്ധി ജ്ഞാനം ഓർമ്മശക്തി വേഗം പരിജ്ഞാനത്താൽ നിറയ്ക്കണം. ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ കർത്താവെ. മാതാപിതാക്കൾ കാണിക്കുന്ന വഴി കർത്താവെ ദൈവമേ സ്തോത്രം ആലയത്തെടുത്ത് മുന്നോട്ട് ദൈവം സഹായിക്കണമേ. അതിനെല്ലാം പഠിച്ച ദൈവമേ അനേകർക്ക് ആശ്വാസമായി തീരുവാൻ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കണമേ. ബുദ്ധിമുട്ടുകളെ ദൈവം പ്രകാശിക്കണമേ കർത്താവെ. മേഘാലം നിങ്ങൾ കർത്താവ് രക്ഷിച്ചു നിൽക്കുന്നു. നല്ല റിസൾട്ട് രോഗമേ ലഭിച്ചെങ്കിലും കുഞ്ഞിനായിട്ട് ദൈവമേളയ കുഞ്ഞിനായി പ്രാർത്ഥന അനുഗ്രഹിക്കണമേ കർത്താവെ. ഇപ്പോൾ സ്കൂൾ കടന്നു പോകുന്ന ദൈവസ്ഥാനത്തോട് കുഞ്ഞിനെ മറയ്ക്കണമേ കർത്താവെ. ദൈവം ഏൽപ്പിച്ച ദൈവസഭ ദൈവ മക്കള് കർത്താവെ എല്ലാവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം അനുഗ്രഹിക്കണമേ. ദൈവം ബലപ്പെടുത്തണമേ കർത്താവെ. ദൈവമേ സ്വത്ര ആന്റി കർത്താവെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കർത്താവെ ദൈവം അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ പ്രാർത്ഥന അതിനുടെ കർത്താവ് എല്ലാ മേഖലകളെയും ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ സ്തോത്രം. ദിവ്യസ്ഥാനത്തോടെ ദൈവം മറയ്ക്കണമേ കർത്താവെ. അനേകം ശാഖകളായി അനേകം ജില്ലകളില് അനേകം സംസ്ഥാനങ്ങളിൽ അനേകം രാഷ്ട്രങ്ങളിലേക്ക് കർത്താവെ ഇത് പടർന്ന് ബന്ധിപ്പിച്ച കർത്താവെ. അനേകർ ദൈവമേ ഹലതിന്മേൽക്ക് ദൈവം അനേകർ കല്ലേലിയോടെ എണ്ണൊരു സങ്കേതമായി തീരുവാൻ, അനേകരുടെ പ്രാർത്ഥന വിഷയങ്ങളിൽ ആശയർ ചെയ്യുവാൻ, അനേകർക്ക് വേണ്ടി ഇടിവ് നിൽപ്പാൻ ദൈവമേ ഹല്ലേലിയ അനേകം ഒരു ഹല്ലേലിയ
പ്രാർത്ഥന പടയാളികളെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ, ദൈവം അനുഗ്രഹിക്കണവരെ ഏൽപ്പിച്ച ദൈവസഭ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആത്മീയമായ ഒരു വിശാല ദൈവം കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. ഭവനത്തിന്റെ ചെറിയതും വലിയതുമായ എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ ആത്മാനുകരം ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമേ, ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയുമാറാകണമേ കർത്താവ്. തന്റെ ദാസന്റെ പോക്ക് വരവില് കർത്താവ്, യാത്രാവേളകളില് കർത്താവ്, ആത്മീയ ശുശ്രൂഷ മണ്ഡലങ്ങളില് കർത്താവ്, ഏത് തരത്തിൽ എവിടെ എപ്രകാരമൊക്കെ കടന്നു പോകുന്നുവോ അപ്പൊ അവിടെയൊക്കെ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം കൂടെ ഇരിക്കണമേ, ചെറുകടിയിൽ ദൈവം വഹിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ കർത്താവ് എല്ലാ ആവശ്യങ്ങളെയും ദൈവമേ ഹാലേലൂയ അപ്പച്ചന്റെ പാദപീഠത്തിലേക്കുന്ന പരമാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ, സഹോദരവർഗ്ഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദുസിന്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്ന മാതാപിതാക്കളെ സഹോദരവർഗ്ഗങ്ങളെ എല്ലാം അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. വസിക്കുന്ന ദേശം പരിസരം എല്ലാ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം, മറുപടി തന്നിരിക്കാൽ സ്തോത്രം. വിശ്വാസത്തോടെ ദൈവങ്ങളിൽ മാനമുഖത്തിന് പിതാവിന് പ്രാർത്ഥന സുരേഷിന്റെ നാമത്തിൽ ഏതോന്ന് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പ്രാർത്ഥന കേട്ട കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചിരിക്കാൻ പ്രാർത്ഥനാ ധ്വനിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിച്ചിരിക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രത്യേകമായിട്ട് എന്തെങ്കിലും വിഷയം പറയാനുണ്ടോ? പുതിയ വിഷയങ്ങൾ എന്തെങ്കിലും? പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് സന്നി. ഞാൻ 2 ദിവസമായിട്ട് പേരിട്ട് ഞാൻ ായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ഹോസ്പിറ്റലിൽ ചെന്ന് കടന്നു വരുമ്പോഴാണ് ഡോക്ടേഴ്സ് പരിശോധിച്ചപ്പോൾ തലയിൽ അതുപോലെ തന്നെ ശ്വാസകോശത്തിലും അവിടെ ചെന്നിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അവരുടെ പ്രശ്നമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നല്ല സ്ഥിതികളിൽ തിരിയുന്നില്ലല്ലോ സജി സിസ്റ്ററെ. മാതാവിന്റെ വിഷയല്ലേ? ആരും വീട്ടാണ് കിട്ടുന്നത് തോന്നുന്നുണ്ട്. എന്റെ പേര് സാജു എന്നാണ്. ഞാൻ എറണാകുളത്തുനിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാനും ഭാര്യയും കൂടെ മോള് പ്രഗ്നന്റാണ്. UK കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പം വെള്ളിയാഴ്ചയാണ് ഫ്ലൈറ്റ്. അപ്പൊ ആ യാത്രയിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കുന്നതിനും മോള് ഇന്ന് അഡ്മിറ്റ് ആവുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ചെയ്ത് നോക്കിയിട്ട് അവര് നോർമൽ ഡെലിവറി ആണോ സിസേറിയൻ ആണോ എന്ന് തീരുമാനിക്കും. നോർമൽ ഡെലിവറി ഉണ്ടാകുന്നതിന് ഞങ്ങളുടെ യാത്രയിൽ ദൈവം കൂടെ ഇരിക്കുന്നതിനും അനുഗ്രഹകരമായ യാത്ര ലഭിച്ച് അവിടെ മോളെ കുടുംബത്തിന് എടുത്ത് ചൊല്ലുന്നതിനും, അതുപോലെ മകൻ 33 വയസ്സ് ഡെലിവറി വിവാഹമായിട്ടുള്ള ഡൽഹിയിൽ നല്ലൊരു ജോലി ചെയ്യുന്നു. ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രാർത്ഥന വിഷയം കൂടെ പറയട്ടെ. ഞാൻ പിന്നെ പറയാൻ എനിക്ക് പറ്റത്തില്ല. പ്രാർത്ഥന പ്രഭാത പ്രാർത്ഥനയ്ക്ക് നല്ല നേതൃത്വം നൽകുന്ന നമ്മുടെ ഷായിച്ചാണല്ലോ, രാജ്കോട്ടെ ഗുജറാത്തിലെ ഷാജി മാത്യു. അദ്ദേഹം കഴിഞ്ഞ ദിവസം വീട്ടിലൊരു ഗ്യാസ് സ്റ്റവ് വന്നാണ്, സിലിണ്ടറെ. അപ്പൊ സിലിണ്ടർ പൊക്കി എടുത്തപ്പോഴത്തേനും പെട്ടെന്ന് നടുവിന് അല്പം പ്രയാസം ഉണ്ടായി, ഡിസ്കിന് അല്പം പ്രയാസം ഉണ്ടായപ്പോഴ് വളരെ ബുദ്ധിമുട്ടി ഭയങ്കരമായ വേദനയിൽ താൻ ഭാരപ്പെടുന്നു. പ്രാർത്ഥിപ്പാൻ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞാൻ തന്നെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, നല്ല സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. വീണ്ടും അടിയങ്ങൾക്ക് അങ്ങയുടെ പാതവിടെ കടന്നു വരുവാൻ തക്കവണ്ണം അങ്ങേ പാടി സ്തുതിപ്പാൻ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് അവസരം തന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. അപ്പാ ഞങ്ങളുടെ ജീവിതത്തിലെ ബലഹീന കുറവുകളൊന്നും ഓർക്കാതെ ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ അടുത്ത ദിവസം വിജയത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ വാർത്തകൾ പാന്തക്കവണ്ണം സ്വർഗത്തിലപ്പ അങ്ങിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും അങ്ങയുടെ വിടുതലിന്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ പറഞ്ഞ വിഷയങ്ങൾക്കായി സ്തോത്രം. സജിൻ സിസ്റ്റർക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ദൈവമേ, പ്രിയമാതാവിനായി സ്തോത്രം. ഹല്ലേലൂയ. പൂർണ്ണമായ വിടുതൽ സൗഖ്യം കൽപ്പിക്കണമേ. മകളുടെ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ചെറുതും വലുതുമായ
ആവശ്യമായ എല്ലാ ആവശ്യങ്ങളും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരൻ പറഞ്ഞ വിഷയത്തിനായി സ്തോത്രം ദൈവമേ. അവർ രണ്ടുപേരും കുടുംബമായിട്ട് UK മകളുടെ അടുത്തേക്ക് കടന്നു പോവുകയാണല്ലോ അപ്പച്ചാ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ അവിടെ എത്തിച്ചേരുന്നവരെയും എന്റെ അപ്പന്റെ തങ്കച്ചെറുകടയിൽ സൂക്ഷിക്കണമേ. ദൂതന്മാരുടെ കാവലിൽ ഏൽപ്പിക്കുന്ന അപ്പച്ചാ. ഹല്ലേലൂയ. ദൈവമേ ശിരാംദേഹികൾക്ക് വേണ്ട ബലം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമോൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ പൈതലിനെ അനുഗ്രഹിക്കണമേ. ഉദരഫലത്തെ അനുഗ്രഹിക്കണം അപ്പച്ചാ. ഹല്ലേലൂയ. ശിരാംദേഹികൾക്ക് വേണ്ട ബലം കൽപ്പിക്കണമേ. പൂർണ്ണാരോഗ്യവും ബലമുള്ളവളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ തക്ക സമയത്ത് ഹല്ലേലൂയ. ഊനമില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ദൈവമേ ഒരു പൈതലിനെ ദാനമായി നൽകണമേ. ദൈവത്തിന്റെ കരം പ്രവർത്തിക്കണമേ. ആണിപ്പഴുതേറ്റ കരങ്ങളിൽ പ്രിയ മകളെ വഹിക്കണമേ, മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമോനായി സ്തോത്രം. ഹല്ലേലൂയ. തക്ക സമയത്ത് ഹല്ലേലൂയ തക്ക തുണി ഒരുക്കി കൊടുക്കണമേ. പരിശുദ്ധ പിതാവേ എന്റെ അപ്പച്ചന് അത്ഭുതം പ്രവർത്തിക്കണം അപ്പച്ചാ. ഹല്ലേലൂയ. എന്റെ അപ്പന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ തക്ക സമയത്ത് തക്ക തുണിയെ ലഭിച്ചു. ഹല്ലേലൂയ. അവന്റെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അനേകർക്ക് സാക്ഷ്യമായി അത്ഭുതമായി തീരത്തക്കവണ്ണം ഹല്ലേലൂയ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷാജി മാത്യു അങ്കലിനായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ നടുവേദനയാൽ ഡിസ്കിന്റെ കംപ്ലൈന്റിനെല്ലാം ഭാരപ്പെടുന്നല്ലോ അപ്പച്ചാ. ഞങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ നിന്റെ മകന് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുകയാണ്. എന്റെ അപ്പന്റെ ആണിപ്പഴുതേറ്റ കരമൊന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിവേഗമോടുന്ന വചനം അയച്ച് നിന്റെ മകന് നിമിഷം തന്നെ വിടുവിക്കണം അപ്പാ. പൂർണ്ണമായ വിടുതൽ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്റെ അപ്പച്ചന് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ വരുന്ന ദിവസം വിജയത്തിന്റെ സാക്ഷ്യം കേൾപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് കുടുംബമായിട്ട് തലമുറകളായിട്ട് എന്റെ അപ്പച്ചന്റെ പാതപിടത്തിലേക്ക് സമർപ്പിക്കുന്നു. ആത്മീയവും മാനസികവും ശരീരവും ബോധ്യവും എല്ലാ നിലകളിലും ഞങ്ങളെല്ലാവരും എന്റെ അപ്പച്ചനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മടുത്തു പോകാതെ ക്ഷീണിച്ചു പോകാതെ വിശ്വാസത്തോടുകൂടി പ്രത്യാശയോടുകൂടി ഉറപ്പും ധൈര്യത്തോടും കൂടി ഓരോ ദിവസവും കടന്നു വന്ന അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ. സ്വർഗത്തിലെ കൃപ ഞങ്ങൾക്ക് ധാരാളമായിട്ട് നൽകണം. പ്രാർത്ഥനയുടെ ആത്മാവിനാ നിറച്ച് ഏറിയ കണ്ണുനീര് ആത്മഭാരം ഹൃദയം നുറുക്കിയ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കടന്നു വന്ന ഞങ്ങളെ ഓരോരുത്തരെയും കുടുംബമായിട്ട് തലമുറകളായിട്ട് യേശുവിന്റെ രക്തം കൊണ്ട് പ്രാവശ്യം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള വചന ശുശ്രൂഷ അനുഗ്രഹിക്കണം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമേ. ഞങ്ങൾ കടന്നു വന്നവരെ പോലെ എഴുന്നേൽപ്പാൻ അനുവദിക്കാതെ ഹല്ലേലൂയ അനുഗ്രഹത്തോടെ എഴുന്നേൽപ്പാൻ തക്കണം ഞങ്ങൾക്കിടയാക്കണം. നിന്റെ ദാസിന്റെ നാവോടുകൂടി സ്വർഗം സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഏൽപ്പിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കുടുംബത്തിനും ദൈവനാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് നിർത്തുന്നു. ദൈവസന്നിധത്തോളം സമയം നമുക്ക് പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക് നന്ദി അർപ്പിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിലും ദൈവത്തിന്റെ മറുപടി കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഒരു ചെറിയ ചിന്ത ദൈവമക്കളുടെ മുമ്പ് വെക്കുവാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാമത്തെ വാക്യം. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവരോട് പറഞ്ഞു. യേശുവിന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു പ്രത്യേക പദമാണ് നമുക്ക് അക്കരയ്ക്ക് പോകാം, അക്കരയ്ക്ക് പോകാം. പ്രിയമുള്ളവരെ, എന്റെ സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ വേണ്ടിയല്ല, ഇവിടെ നിന്ന് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല. പിന്നെയോ അക്കരെ ഒരു നാടുണ്ട്, അവിടേക്ക് പോകാൻ വേണ്ടിയാണ് സ്വർഗം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ ഇതാ ശിഷ്യന്മാർ ആ ഒരു സന്ധ്യയായ സമയത്ത് സ്വർഗം അവരെ വിളിച്ചിട്ട് പറയുകയാണ് നമുക്ക് അക്കരയ്ക്ക് പോകാം. ഈ ദിവസങ്ങളിൽ പല മേഖലകൾക്കകത്ത് നമ്മൾ ഭൗമ്യ മേഖലകൾക്കകത്തും പല യാത്രകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നവർ പ്രാർത്ഥനയ്ക്കകത്തൊക്കെ പ്രാർത്ഥന വിഷയമൊക്കെ പറഞ്ഞു. ആമേൻ. നമ്മൾ പലയിടത്തും യാത്രകൾ തിരിക്കാൻ വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഇതിൻ്റെ അകത്തൊക്കെ ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടുവാൻ, ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്തൊക്കെ ദൈവത്തിന് മറുപടി കാണുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ആമേൻ. ആ യാത്രകൾക്കകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് അവരുടെ മുമ്പിൽ അവർ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ ആ അസാധാരണമായ അല്ലെങ്കിൽ അവരുടെ
നിഗമനങ്ങൾക്ക് ചിന്തകൾക്ക് വ്യത്യസ്തമായി കാറ്റുകൾ അവർക്ക് പ്രതികൂലമായി വന്നു. അവർ ചോദിക്കുന്ന ചോദ്യം, ഞങ്ങൾ നശിക്കുന്നതിൽ നാഥ അങ്ങേക്ക് വിചാരം ഇല്ലയോ? അക്കരയ്ക്ക് പോകുവാൻ സ്വർഗമാ വിളിച്ചെങ്കിൽ അക്കരയ്ക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ദൈവത്തിന്റെ കാര്യങ്ങളിൽ, സ്വർഗത്തിന്റെ കാര്യങ്ങളിലാണ്. അതിന് മധ്യ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളൊക്കെ വരാൻ സാധ്യതകളും സാഹചര്യങ്ങളുമുണ്ട്. അതിന് മധ്യ ഒരു ഉറപ്പുണ്ടാകട്ടെ, വിളിച്ച ദൈവം വിശ്വസ്തനാ, അത് വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുന്ന ഒരു സ്വർഗമല്ല. ആമേൻ. ഉറയ്ക്കട്ടെ, എൻ്റെ ദൈവം എന്നെ വഴിയിൽ ഉപേക്ഷിക്കുകയില്ല. ആമേൻ. ഹല്ലേലൂയ. അക്കരയ്ക്ക് വിളിച്ച ദൈവം ആമേൻ അക്കരെ എത്തി. അപ്പം അക്കരെ എത്തുന്നതിന് തടസ്സമായി, അക്കരെ എത്തിക്കഴിഞ്ഞാൽ ചിലത് നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അക്കരെ എത്തിക്കുന്നതിന് വിരോധമായി ഒരുപാട് സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടുവാൻ സാധ്യതയുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകം അത് 2-ാം അധ്യായം, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ അകത്തേക്ക് വരുമ്പോൾ, അതിന്റെ 41-ാമത്തെ വാക്യത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ, അതിന്റെ 12-ാമത്തെ വാക്യത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ, പ്രവാചക ശിഷ്യന്റെ മുമ്പിലേക്ക് അഗ്നിരഥങ്ങളും അഗ്നി അംശങ്ങളും എത്തി അതിൻ്റെ അകത്ത് ഏലിയാവിനെയും ഏലീശയും തമ്മിൽ വേർപിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യം തൻ്റെ മുമ്പിൽ വെളിപ്പെട്ട് വന്നു കഴിയുമ്പോൾ അതുവരെ പ്രവാചക ശിഷ്യനായിരുന്ന ഏലീശ അടുത്ത നിമിഷങ്ങളിൽ അവൻ യഹോവയുടെ പ്രവാചകനായി മാറുന്ന ഒരു ദൈവിക പദ്ധതി അവന്റെ മേൽ കൈമാറ്റം ചെയ്യുന്ന സാഹചര്യമാണ്. അവൻ അങ്ങനെ അക്കരെ എത്തുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ ആ 2-ാം അധ്യായം വായിച്ചു വരുമ്പോൾ ഒരുപാട് പ്രാവശ്യം പ്രവാചകനായ ഏലിയാവ് തന്നെ ഏലീശയോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ആ 2-ാമത്തെ വാക്യത്തിന്റെ അകത്ത് വരുമ്പോൾ, 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, നീ ഗിൽഗാലിലേക്ക് അവർ പുറപ്പെടുക. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഏലിയാവ് ഏലീശയോട് പറയുന്നത്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക. അതായത് നീ ഗിൽഗാലിൽ താമസിച്ചു കൊള്ളുക. നീ ബഥേലിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആമേൻ യോർദാന്റെ തീരത്തേക്ക് നീ വരണ്ട. നീ എവിടെ നിൽക്കണം? നീ ബഥേലിൽ തന്നെ നിന്നാ മതി, അല്ലെങ്കിൽ ഗിൽഗാലിൽ തന്നെ നിന്നാ മതി. ഒന്നാമത് തന്നോട് പറയുക, നീ എവിടെ നിന്റെ അക്കരകൾക്കകത്തേക്ക് നീ വരണ്ട, നീ ഒരിടത്ത് തന്നെ നിന്നാ മതി. അവൻ ആര് കൂടെ നിന്ന പ്രവാചക ശിഷ്യനോട് പറയുക, നീ ഇവിടെ നിന്നാ മതി, അപ്പുറത്തേക്ക് ചലിക്കേണ്ട കാര്യമില്ല. പക്ഷേ തൻ്റെ അകത്തൊരു നിയോഗവും തൻ്റെ അകത്തൊരു ദർശനവും ഉള്ളത് കൊണ്ട് പ്രവാചക ശിഷ്യൻ പറയുന്ന കാര്യമുണ്ട്, യഹോവയാണ്, ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല, ഞാൻ നിന്റെ കൂടെ തന്നെ വരും. അവൻ ശിഷ്യൻ ഒരുമിച്ച്, പ്രവാചകനും ശിഷ്യനും ഒരുമിച്ച് തന്നെ അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്യുകയാണ്. ഒന്നേ ഉള്ളൂ തൻ്റെ അകത്തുണ്ടായിരുന്ന ദർശനം, ആമൻ എനിക്ക് കൂടെ പോകണം, എനിക്ക് ആമൻ ഒരു ഇരട്ടി പങ്ക് പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. വീണ്ടും തന്റെ യാത്രകൾ തുടരുകയാണ്. അവൻ ബഥേലിൽ എത്തിക്കഴിഞ്ഞിരിക്കുമ്പോൾ ബഥേലിലെ ശിഷ്യന്മാർ ഒരുമിച്ച് അവൻ തന്നോട് പറയുന്ന കാര്യം, ഇവിടെ തന്നെ നിൽക്കൂ, അടുത്ത നിമിഷങ്ങളിൽ അവൻ നിന്റെ പ്രവാചകനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം വെളിപ്പെടുവാൻ വേണ്ടി പോവുക. അത് നീ അറിയുന്നില്ലയോ? അതുകൊണ്ട് നീ ഇവിടെ തന്നെ ബഥേലിൽ തന്നെ നിലനിൽക്കുക. അവൻ അവിടെയും എലീശ പ്രവാചകൻ തന്നോട് പറയുന്ന കാര്യം ഇപ്രകാരമാണ്. 4-ാമത്തെ വാക്യത്തിന്റെ അകത്ത് പ്രവാചകൻ പറയുകയാണ്, ഏലിയാവ് അവനോട്, ഏലീശേ, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു. നീ ബഥേലിൽ നിന്നുകൊള്ളുക, എന്നെ അയച്ചിരിക്കുന്ന യെരിഹോവിലേക്കാ. അവൻ നീ എൻ്റെ കൂടെ വരുവാൻ നീ വരേണ്ട കാര്യമില്ല. തന്നെ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പല മേഖലകൾക്കകത്ത് പറയുക, നീ ബഥേലിൽ തന്നെ നിന്നുകൊള്ളുക, നീ ഗിൽഗാലിൽ തന്നെ നിന്നുകൊള്ളുക, നീ യോർദാനിലേക്ക് വരേണ്ട കാര്യമില്ല. ഇങ്ങനെ പല പ്രാവശ്യമാണ് പറയുന്നത്. 6-ാമത്തെ വാക്യത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ പിന്നെയും പറയുക, യഹോവ എന്നെ യോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴും പ്രവാചക ശിഷ്യൻ പറയുന്ന ഒറ്റ കാര്യമുണ്ട്, അവൻ യഹോവയാണ്, എന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല, ഞാൻ നിന്നോട് കൂടെ തന്നെ വരിക തന്നെ ചെയ്യും. നോക്കണമേ, ഓരോ കാര്യം പറയുമ്പോഴും ഇങ്ങനെ തന്നെ പറയണം. അതിനുശേഷം ആ പ്രവാചക
പ്രവാചക ശിഷ്യന്മാരിൽ 50 പേർ എത്തി, അക്കരെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ മുമ്പിൽ അവരുടെ ആ സാഹചര്യങ്ങൾക്കകത്ത് തന്റെ മുമ്പിൽ നിൽക്കുന്ന യോർദാനെ പ്രവാചകൻ എന്ത് ചെയ്തു? അവർ പുതപ്പ് വെച്ച് അടച്ച് യോർദാനെ 2 വിഭാഗിച്ച് അവർ അക്കരെ എത്തി. അക്കരെ എത്തിക്കഴിഞ്ഞാൽ, ഒന്നുകൂടി പറഞ്ഞാൽ, ഇക്കരെ നിൽക്കുമ്പോൾ പ്രവാചക ശിഷ്യനാണ്, അക്കരെ എത്തിക്കഴിഞ്ഞാൽ പ്രവാചക ശിഷ്യന്മാർ പലയിടത്തും തന്നെ പോകണ്ട എന്ന് പറഞ്ഞ് പലയിടത്തും എന്ത് ചെയ്തു? നിരുത്സാഹപ്പെടുത്തി. പക്ഷെ അക്കരെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്റെ ആ മേഖല മാറുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് അങ്ങേ കരകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും തന്റെ പേര് മാറ്റി ഇപ്പോൾ പ്രവാചക ശിഷ്യനല്ല, തന്റെ മേലുള്ള ദൗത്യത്തിന്റെ ഒരു പുതപ്പ് വീണ് കഴിഞ്ഞപ്പോൾ തന്റെ മേലുള്ള ആ സാഹചര്യം മാറി. താൻ പറയാണ് താൻ പ്രവാചക ശിഷ്യനല്ല, താൻ പ്രവാചകനായി മാറി. തന്റെ മേലുള്ള ആ ദൗത്യം തിരിച്ചറിഞ്ഞു. ഏലിയാവിന്റെ മേലുള്ള അതേ ആത്മാവാണ് എലീശയുടെ അകത്ത് ചലിക്കുന്നതെന്ന് ഒരു ബോധ്യം അവരുടെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടുവാനിടയായി തീർന്നു. ഇക്കരകളിൽ അക്കരെ എത്തുവാൻ കഴിയാതെ, ഒന്നുകൂടി പറഞ്ഞാൽ ദൈവിക പദ്ധതി നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിച്ചകത്തേക്ക് എത്തുവാൻ കഴിയാതെ, സ്വർഗം കൈമാറ്റം ചെയ്തിരിക്കുന്ന മേഖലകൾക്കകത്തേക്ക് എത്തിക്കുവാൻ കഴിയാതെ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ, നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ പലതും തടസ്സമായി പറഞ്ഞിരിക്കാം. കൂടെ നിൽക്കുന്ന സഹശുശ്രൂഷകന്മാർ പോലും പലപ്പോഴും നമ്മളോട് അതിനു വേണ്ടി അനുകൂലമായ ഒരു സാഹചര്യം വെളിപ്പെടുത്തത്തില്ല. പ്രിയമുള്ളവരെ, നമ്മൾ കടന്നു പോകുന്ന മേഖലകൾക്കൊക്കെ പലപ്പോഴും നമ്മുടെ വിഷയവുമായി കടന്നു വരുമ്പോൾ അതിന് വിരോധമായി പലതും പറയും. പക്ഷെ ഒരു ഉറപ്പുണ്ടാകട്ടെ, യഹോവയാണ് എന്റെ ജീവനാണ് എന്റെ മേൽ കൈമാറ്റം ചെയ്തിരിക്കുന്ന, ഞാൻ പ്രാപിച്ചിരിക്കുന്ന ദർശനത്തിന് വേണ്ടി ഞാൻ യോർദാനോളം കടന്നെത്തുക തന്നെ ചെയ്യും. അതിനു മുമ്പിൽ കലങ്ങി മറിയുന്ന സാഹചര്യമാണെങ്കിലും പ്രതിസന്ധികൾ വെളിപ്പെട്ടതാണെങ്കിലും ഞാൻ അത് പ്രാപിക്കേണ്ടതിന് ഞാൻ അങ്ങ് എത്തുക തന്നെ ചെയ്യും. നോക്കണമേ, നാം പ്രാരംഭത്തിൽ വായിച്ച വാക്യത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ ശിഷ്യന്മാർ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. അതിന്റെ മധ്യേ അവർക്ക് എത്തേണ്ടത് അടുത്ത മേഖലകൾക്കകത്താണ്. 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, അവർ അക്കരെ എത്തിയല്ലേ. അവർ എത്തിയ സ്ഥലം ഗദരദേശമാണ്. അവർ അക്കരെ എത്തി. അപ്പോൾ അക്കരെ എത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇക്കരകളിൽ കടലിന്റെ അകത്ത് അവരുടെ മുമ്പിൽ പ്രതിസന്ധി കടന്നു വന്നു. അവർ ചിന്തിച്ചു, ഈ പ്രതിസന്ധി കടന്നു വന്നത് കടലിന്റെ അകത്ത് ഞങ്ങളെ തകർത്ത് കളയാനാണ്. അല്ല, അക്കരെ ഗദരദേശത്ത് ഒരുവൻ കിടപ്പുണ്ട്. ഗദരദേശത്തിന്റെ അകത്ത് ഒരുവൻ പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. അവനെ വിടുവിക്കുവാൻ വേണ്ടിയാണ് അവർ അക്കരയ്ക്ക് പോകുന്നത്. സന്ധിയാകുന്ന സാഹചര്യങ്ങൾക്കകത്ത് പലതും ഓടിയിട്ടും പല കാര്യങ്ങൾക്കകത്ത് പോയി ജീവിതത്തിന്റെ ഒരു അസ്തമയ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ആ സമയത്ത് സ്വർഗം ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ വീണ്ടും വിളിക്കുകയാണ്, വാ നമുക്ക് അക്കരയ്ക്ക് പോകാം. നമ്മളെ നിത്യതയിലേക്ക് വിളിച്ചൊരു സ്വർഗമുണ്ട് പ്രിയമുള്ളവരെ. അപ്പൻ ചങ്ക് തന്ന്, ചെങ്കിലെ ചോര തന്ന്, ജീവൻ തന്ന് നമ്മെ പുത്രനാക്കി തീർത്ത് നമ്മെ അക്കരയ്ക്ക് വിളിച്ചിരിക്കുകയാണ്, നിത്യതയിലേക്ക് വിളിച്ചിരിക്കുകയാണ്, ദൈവരാജ്യത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. സ്വർഗം നമ്മെ വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. ഇന്നത്തെ ദിവസങ്ങളിൽ യാത്രകൾ പലതും ചെയ്തു കഴിയുമ്പോൾ ഒരു ഉറപ്പുണ്ടാകട്ടെ, എൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കകത്ത് ഞാൻ ചില കാര്യങ്ങളെ ഞാൻ ക്രോസ് ചെയ്യുക തന്നെ ചെയ്യും. ഇവർ യോർദാനെ ക്രോസ് ചെയ്തതുപോലെ ഈ യേശുവും ശിഷ്യന്മാരും അവർ കടന്നു പോകുന്ന പ്രതിസന്ധികൾക്കകത്തൂടെ ആ ജലാശയത്തെ അവർ ക്രോസ് ചെയ്ത് അക്കരെ എത്തിയതുപോലെ ചില പ്രതിസന്ധികളെ നമുക്ക് ക്രോസ് ചെയ്യുവാൻ, അതിനെ ക്രോസ് ചെയ്ത് അക്കരെ എത്തുവാൻ സ്വർഗം നമുക്ക് സഹായിക്കുമാറാകട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 89-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നീ സമുദ്രത്തിന്റെ ഗർവത്തെ അടക്കി അതിൽ വാഴുന്ന അതിലെ തിരകൾ പൊങ്ങുമ്പോൾ അവയെ അമർച്ച ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ യാത്രകൾക്ക് വിരോധമായി പല കാര്യങ്ങൾക്കകത്ത് ചിന്തിക്കുമ്പോൾ അതിന് വിരോധമായി വരുന്ന സമുദ്രത്തിന്റെ അകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന സകല ഗർവങ്ങളെയും സകല പ്രതിസന്ധികളെയും അതിനുമേൽ യാത്രകൾക്ക് ആ പദം വീണ്ടും ഞാൻ പ്രാർത്ഥനയ്ക്കകത്ത് ആ വിഷയം കേട്ടിരുന്നു. യാത്രകളുമായി ബന്ധപ്പെട്ടുള്ള ആ മേഖലകൾക്കകത്ത് ഉറപ്പുണ്ടാകട്ടെ, എൻ്റെ സ്വർഗം നമുക്ക് വേണ്ടി അനുകൂലമായി ഇറങ്ങി വരും. നിത്യത്തിലേക്ക് വിളിച്ചൊരു സ്വർഗമുണ്ട്. നിത്യരാജ്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമ്മൾ വിളിച്ചൊരു സ്വർഗമുണ്ട്. ആ മുഖത്ത് നോക്കിക്കൊണ്ട് യാത്ര ചെയ്യാൻ പ്രിയമുള്ളവരെ, കാറ്റടിക്കട്ടെ, തിരമാലകൾ വരട്ടെ, പ്രതിസന്ധികൾ ഉയരട്ടെ, എൻ്റെ സ്വർഗം നമ്മളോട് കൂടെ ഉണ്ട്. സ്വർഗം അമരത്തുള്ളത് കൊണ്ട് ഈ യാത്രകളിൽ നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകത്തില്ല.
ഈ യാത്രകൾക്കകത്ത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ആമേൻ. അക്കരെ എത്തിക്കാമെന്ന് പറഞ്ഞ സ്വർഗമാണ്. അക്കരെ എത്തിക്കുന്ന ആ യാത്രകൾക്കകത്ത് ആമേൻ രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ അകത്ത് പറഞ്ഞതുപോലെ ആമേൻ ഒരുപാട് മേഖലകൾക്കകത്ത് പ്രതിസന്ധികൾ ഉണ്ടാകാം. കൂടെ ചലിക്കുന്നവർ തന്നെ നമ്മളോട് പറയാം, ഇവിടെ നിന്നാ മതി, അടുത്ത സ്റ്റേജിലേക്ക് നീ പ്രവേശിക്കേണ്ട, അടുത്ത മേഖലകൾക്കകത്തേക്ക് നീ എത്തേണ്ട, അടുത്ത സ്റ്റെപ്പ് വെക്കേണ്ട കാര്യമില്ല എന്ന് മാനുഷികമായ യാത്രകൾക്കകത്ത് പറയുന്ന പലരുണ്ടായിരിക്കാം. അതിന് മധ്യ ഉറപ്പുണ്ടാകട്ടെ, അക്കരെ എത്തുവാനാണെങ്കിൽ പ്രിയമുള്ളവരെ, പ്രിയം വെച്ചവന്റെ കൂടെ ചലിക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ. ആ അപ്പന്റെ കൂടെ ചലിക്കുകയാണെങ്കിൽ ആമേൻ നിനക്ക് കാണാത്ത കാഴ്ചകൾ കാണുവാൻ, അഗ്നിരഥങ്ങളെ കാണുവാൻ, അഗ്നി കുതിരകളെ കാണുവാൻ, യാത്രകൾക്ക് വേണ്ടി എടുക്കപ്പെട്ടിരിക്കുന്ന ചില മേഖലകളെ കാണുവാൻ ആമേൻ കൂടെ ചലിച്ച പ്രവാചക ശിഷ്യന്മാർ പ്രവാചകൻ അവസാനിപ്പിച്ച അതേ മേഖലകൾക്കകത്ത് തന്നെ ശുശ്രൂഷയുടെ പുതിയ തുടക്കങ്ങൾ കാണുവാൻ സ്വർഗം സഹായിക്കുക തന്നെ ചെയ്യും. ആമേൻ. അപ്പന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ആമേൻ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സ്വർഗം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി ഈ പ്രഭാത ദിവസങ്ങളോട് പ്രാർത്ഥിക്കാം. ആമേൻ. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവിടുന്ന് നിത്യതയോളം എത്തിക്കുവാൻ അവിടുന്ന് ശക്തനാണ്. ആ ദൈവത്തിന്റെ കാര്യങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. ആമേൻ. അക്കരെ എത്തിക്കുവാൻ നമ്മെ വിളിച്ച ദൈവം ഇക്കരകളിൽ കിടന്ന് അവൻ നമ്മെ പതറിപ്പോകുവാൻ, ഈ മേഖലകളിൽ കിടന്ന് നിരാശപ്പെടുവാൻ സമ്മതിക്കത്തില്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മെ അന്ത്യത്തോളം വഴി നടത്തുന്ന ഒരു സ്വർഗമാണ്. ആ ദൈവത്തിന്റെ കാര്യങ്ങളിൽ പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കാം. ഇന്നത്തെ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. നമ്മൾ കടന്നു പോകുന്ന ഇന്ന് ചെയ്യുന്ന സകല അതേ ആക്ടിവിറ്റികൾക്കകത്തും, കടന്നു പോകുന്ന പ്രാർത്ഥന വിഷയത്തിന്റെ അകത്ത് ചെയ്യുന്ന സകല മേഖലകൾക്കകത്തും ദൈവത്തിന്റെ മറുപടികൾ കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകൾക്കകത്തും പലരും പല വാക്കുകൾ പറഞ്ഞ് നമ്മെ നിരാശപ്പെടുത്തിയാലും ഉറപ്പുണ്ടാകട്ടെ, ഞാൻ കണ്ടിരിക്കുന്നത്, ഞാൻ കേട്ടിരിക്കുന്ന ശബ്ദം എന്നെ നിത്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കൂടെയാണ് ഞാൻ ചലിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസവും എനിക്ക് അനുകൂലമാക്കി തീർക്കുന്ന ദൈവം മേലാലും നമ്മെ നടത്തുവാൻ ശക്തനാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ സന്ദേശം നൽകുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. കർത്താവ് ഉദാഹരണമായി വീണ്ടും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിച്ച പ്രിയ സിസ്റ്ററുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയ മധ്യസ്ഥ പ്രാർത്ഥന നൽകിയ ഓംനേന്റെയുള്ള നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയിലെ സഹകരികളെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മുടെ ബഹ്റിൻ പ്രാർത്ഥന ദുനിയയുടെ ബഹ്റിൻ കോർഡിനേറ്റർ ആയിരിക്കുന്ന പ്രിയ സാമച്ചായം പ്രാർത്ഥിച്ച് ആശീർവാദത്തോടുകൂടി ഈ മീറ്റിംഗ് അവസാനിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല പ്രിയ കർത്താവേ, നല്ല അനുഗ്രഹമേറിയ ഈ പ്രഭാതവേളയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ആയുസിൽ കാണാത്ത ഒരു പുതിയ ദിവസം കൂടെ കർത്താവെ ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. കഴിഞ്ഞ രാത്രി ഞങ്ങൾ കിടന്നുറങ്ങി നല്ലൊരു പ്രഭാതം തന്നല്ലോ. കർത്താവെ, അങ്ങയുടെ ദയയ്ക്കായി സ്തോത്രം, കരുണയ്ക്കായി സ്തോത്രം, കരുതലിനായി സ്തോത്രം. കർത്താവെ, ഹല്ലേലൂയ, ഈ പകലിലൊക്കെ അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് തന്നെ ഞങ്ങളെ നടത്തണമേ. അപ്പ ഈ പകലിൽ കർത്താവെ കഴിഞ്ഞ 1 മണിക്കൂർ കർത്താവെ ദൈവസന്നിധിയിൽ ഞങ്ങൾ വിവിധമായ ആവശ്യങ്ങളുമായി ദൈവസന്നിധിയോട് അടുത്ത് വരുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നല്ലോ. നല്ല ഗാനങ്ങളൊക്കെ പാടി ആരാധിപ്പാൻ, അതിന് നേതൃത്വം നൽകുവാൻ പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തിയല്ലോ. അനേക വിഷയങ്ങൾ പേരായി ഞങ്ങളുടെ വിഷയങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾ കർത്താവെ, ഞങ്ങളുടെ അറിവിൽപ്പെട്ട വിഷയങ്ങൾ കർത്താവെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം അവസരം തന്നല്ലോ. കർത്താവെ, സ്തോത്രം. നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ പ്രിയ ബെൻസൺ പാസ്റ്ററിനായി കുടുംബത്തിനായി സ്തോത്രം. എൻ്റെ മക്കളെ ദൈവം സഹായിക്കണമേ. ശുശ്രൂഷ മേഖലകളിലും ആവശ്യങ്ങളിലും ഒക്കെ ദൈവം സഹായിക്കണമേ. പ്രത്യേകം ഞങ്ങൾ ആ സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തോളം സഹായിച്ച ദൈവമേ, പൂർണ്ണമായൊരു സൗഖ്യവും ബലവും ആരോഗ്യവും ആയുസ്സും ഒക്കെ ദൈവം കൽപ്പിക്കണമേ. കർത്താവെ, അടിപ്പിണരാൽ സൗഖ്യമുണ്ട്. കർത്താവെ, ഉച്ച മുതൽ ഉള്ളംകാൽ വരെ അങ്ങയുടെ കരം വെച്ച്
അപ്പൊ വേഗത്തിലൊരു റിക്കവറി കർത്താവെ, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലെ വേദനയിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും എൻ്റെ കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബമായി കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ അറ്റൻഡ് ചെയ്ത ഞങ്ങളുടെ എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീതിയായി കണക്കിടണമേ കർത്താവെ. ദൈവസനയിലായിരിക്കുന്ന നിമിഷങ്ങളൊക്കെ ഞങ്ങൾക്ക് കർത്താവ് വളരെ അനുഗ്രഹമാക്കി മാറ്റുന്ന നല്ലൊരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം. അക്കരയ്ക്ക് പോകാം കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാനുഷ്യമായി ഞങ്ങൾക്ക് തരണം ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ കരുതലും ദൈവിക ഇടപെടലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവെ. ഈ ലോകം എല്ലാം നശ്വരമാണ്, ഈ ലോകത്തിലെല്ലാം താൽക്കാലികമാണ്. എന്നാൽ വരാനുള്ളൊരു നിത്യരാജ്യമുണ്ട് കർത്താവ്. അതിനെ നോക്കി പാർത്തുകൊണ്ട് വിശ്വസ്തരായി ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങളെ നടത്തുന്ന, കാണുന്ന, ഞങ്ങളെ കർത്താവെ കരം പിടിച്ച് നടത്തുന്ന നല്ലൊരു പിതാവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. അങ്ങയുടെ കരങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവിൻ്റെ ദാസനെ ശക്തമായി ഉപയോഗിക്കണമേ, അനുഗ്രഹമായി നടത്തണമേ. അങ്ങനെ എല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ നടത്തിയാട്ട മഹത്വം അങ്ങേക്ക് തന്നെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആസ്വാദം പറഞ്ഞാലോ. ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും സംസർഗവും കൂട്ടായ്മ ഇന്നു മുതൽ എന്നേക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ചെയ്തെന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല മഹസംഗമം. പാപിയാമെന്നിൽ ചൊരിഞ്ഞ സ്നേഹമത്ഭുതം വർണ്ണിപ്പാനധരങ്ങൾക്കാവതില്ല. പാപിയാമെന്നിൽ ചൊരിഞ്ഞ സ്നേഹമത്ഭുതം വർണ്ണിപ്പാനധരങ്ങൾക്കാവതില്ല. ഒന്നു കാണാൻ എനിക്കാശയാ എൻ്റെ സർവാംഗ സുന്ദരനെ, ഒന്നു കാണാൻ എനിക്കാശയാ എൻ്റെ സർവാംഗ സുന്ദരനെ. വിദൂരമല്ല മഹസംഗമം,